ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. തുടങ്ങാം. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ചരി ഹരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി जय गिरिवरधारी जय यशोदनन्दना जय रजनरञ्जना जय यमुनतीरवनचारी जय कुञ्जविहारी जय राधा माधव जय कुञ्जविहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് കാൻഡോ 5-ാമത്തെ അധ്യായം 38-ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ശ്ലോകം വായിക്കാം. ഇതി മൂർധാഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സസമ്യക് ദർശനഃ പുമാൻ. ഇതി മൂർധാഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സസമ്യക് ദർശനഃ പുമാൻ. ഇതി മൂർധാഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സസമ്യക് ദർശനഃ പുമാൻ. വേർഡ് ബൈ വേർഡ് മീനിങ്. ഇതി അപ്രകാരം, മൂർത്തി പ്രതിരൂപം, അഭിധാനേന ശബ്ദത്തിൽ, മന്ത്രമൂർത്തി അതീന്ദ്രിയ ശബ്ദ പ്രതിരൂപം, അമൂർത്തികം ഭൗതിക രൂപമില്ലാത്ത ഭഗവാൻ, യജതേ ആരാധിക്കുക, യജ്ഞ വിഷ്ണു, പരമദിവ്യോത്തമ പുരുഷൻ, സ അദ്ദേഹം, ഏകനായി, സമ്യക് ഉചിതമായി, ദർശനഃ ദർശനക്ഷമമായ ഒരുവൻ, പുമാൻ വ്യക്തി. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പർട്ട് ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എൽ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം ഭൗതിക രൂപമില്ലാത്ത പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിനെ അതീന്ദ്രിയ ശബ്ദ പ്രതിരൂപത്താൽ ആരാധിക്കുന്ന ഒരാളാകുന്നു യഥാർത്ഥ ദാർശനികൻ. ഭാവാർത്ഥം: ഭൗതിക ഘടകങ്ങളാണ് നമ്മുടെ നിലവിലുള്ള ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആകയാൽ ഭഗവാൻ വിഷ്ണുവിന്റെ അതീന്ദ്രിയ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ അവ അപൂർണങ്ങളാണ്. ആകയാൽ ജപമെന്ന അതീന്ദ്രിയ മാർഗത്തിലൂടെ ശബ്ദ പ്രതിരൂപത്താൽ ഭഗവാൻ ആരാധിക്കപ്പെടുന്നു. നമ്മുടെ അപൂർണങ്ങളായ ഇന്ദ്രിയങ്ങളുടെ അനുഭവ രൂപത്താൽ സാക്ഷാത്കരിക്കാൻ സാധ്യമാകുന്നു. വിദൂരസ്ഥാനത്തു നിന്നും ഒരു വ്യക്തി പ്രക്ഷേപണം ചെയ്യുന്ന ശബ്ദത്തെ യാഥാർത്ഥ്യമായി അനുഭവിച്ച് ഗ്രഹിക്കാം. ഭൗതികമായി അത് സാധ്യമല്ലെങ്കിൽ ആധ്യാത്മികമായി എന്തുകൊണ്ടില്ല? ഈ പരിജ്ഞാനം സന്നിഗ്ധമായി അകർത്യ പരിജ്ഞാനമല്ല. അത് പരമാർത്ഥത്തിൽ നിത്യത, പരമാനന്ദം, ജ്ഞാനം എന്നിവയുടെ ശുദ്ധരൂപം ആവിഷ്ടമായ പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ പരിജ്ഞാനമാണ്.
സംസ്കൃത പദകോശമായ അമരകോശത്തിൽ മൂർത്തി എന്ന പദത്തിന് രൂപം, ദുഷ്കരത്വം എന്നിങ്ങനെ 2 അർത്ഥങ്ങളുണ്ട്. ആകയാൽ ആചാര്യ ശ്രീ വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ അമൂർത്തികം എന്ന പദത്തിന് ദുഷ്കരത്വരഹിതം എന്ന അർത്ഥത്തോടെ വിശദമാക്കി. ദിവ്യമന്ത്ര ജപത്താലും അഥവാ അതീന്ദ്രിയ ശബ്ദ ചിത്രീകരണത്തിലൂടെയും പുനരുദ്ധീകരിച്ച നമ്മുടെ യഥാർത്ഥ ആത്മീയ ഇന്ദ്രിയങ്ങളാൽ അതീന്ദ്രിയ രൂപത്തിന്റെ ശാശ്വത പരമാനന്ദവും വിജ്ഞാനവും അനുഭവവേദ്യമാകുന്നു. അത്തരം അതീന്ദ്രിയ ശബ്ദത്തെ ഉത്തമ വിശ്വാസയോഗ്യനായ യഥാർത്ഥ ആധ്യാത്മിക ആചാര്യന്റെ സുതാര്യ കർത്തൃത്വത്തിൽ നിന്നും സ്വീകരിക്കണമെന്നു മാത്രമല്ല, ആത്മീയാചാര്യന്റെ നിർദ്ദേശാനുസരണം ജപം പരിശീലിക്കുകയും വേണം. അത് ഉത്തരോത്തരമായി നമ്മെ ഭഗവത് സമീപത്തിലേക്ക് നയിക്കുന്നു. പ്രാമാണികവും അംഗീകൃതവുമായ ഈ ആരാധനാ രീതി പാഞ്ചരാത്രിക സമ്പ്രദായത്തിലും അനുശാസിക്കുന്നു. അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിന്റെ അത്യന്തം പ്രാമാണികമായ ധർമ്മ സംഹിതയാണ് പാഞ്ചരാത്രിക സമ്പ്രദായം. അത്തരം ധർമ്മ സംഹിതയുടെ സഹായമില്ലാതെ ഭഗവാനെ സമീപിക്കാൻ സാധ്യമല്ല. ദുഷ്കരമായ ദാർശനിക ഊഹാപോഹങ്ങളാലും സാധ്യമല്ല. ഈ കലിയുഗത്തിൽ പാഞ്ചരാത്രിക സമ്പ്രദായം പ്രായോഗികവും ഉചിതവുമാകുന്നു. ഈ ആധുനിക യുഗത്തിൽ പാഞ്ചരാത്രം വേദാന്തത്തെ അപേക്ഷിച്ച് അധികതരമായി അതീവ ഗൗരവമുള്ളതാകുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുർനിമീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീ ഗുരുർ ശ്രീയുതപദകമലം ശ്രീ ഗുരുർ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാ കൃഷ്ണ പാദാൻ സഗണ ലളിത ശ്രീ വിശാഖാനുതാംശ. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമ്നേൻ ഗൗരതിശേ നമഃ. പാഞ്ചകൽപതരൂപേശ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ. ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് ഒരിക്കൽ കൂടെ ശ്ലോകം നോക്കാം. ഇതി മൂർധ്യാഭിധാനേന മന്ത്രമൂർത്തിമൂർത്തികം യജതേജ്ഞ പുരുഷം സമ്യക് ദർശന പുമാൻ. അപ്പൊ ഇവിടെ ട്രാൻസ്ലേഷനിൽ പറയുന്നുണ്ട്, ഭൗതിക രൂപമില്ലാത്ത പരമദിവ്യത്വം പുരുഷനായ വിഷ്ണു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഭഗവാനെ നമുക്ക് ഒരിക്കലും ഭൗതികമായിട്ട് ചിന്തിക്കാൻ നമ്മൾ പാടില്ല. ഭഗവാന് ഒരിക്കലും ഭൗതിക രൂപം എന്നുള്ള ഒരു കാര്യമില്ല. ഭഗവാൻ എപ്പോഴും അതീന്ദ്രിയമാണ്, സ്പിരിച്വൽ ആണ്. ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും, ഭഗവാനുമായി ബന്ധപ്പെട്ടതെല്ലാം സ്പിരിച്വലും അതീന്ദ്രിയമായിട്ട് മാത്രമേ നമ്മളതിനെ കാണാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഭഗവാനെ നമ്മൾ ഭൗതികമായ ഒരു ഇതായിട്ട് ഒരിക്കലും ചിന്തിക്കാനോ അങ്ങനെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനോ പാടില്ല. ഇതിന്റെ ശ്ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സമ്യക് ദർശൻ എന്നൊരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമ്യക് ദർശൻ എന്ന് വെച്ചാൽ യഥാർത്ഥ ദാർശനികൻ. യഥാർത്ഥ ദാർശനികൻ എന്ന് വെച്ചാൽ ആക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ, അതായത് ഉചിതമായിട്ട് കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണ്. ഒരു സത്യസന്ധമായിട്ടും ഒരു കറക്റ്റായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അയാളുടെ ക്വാളിറ്റി എന്താണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ട്രാൻസ്ലേഷൻ. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണ്? ഭഗവാനെ ആയ പരമദിവ്യോത്തമ പുരുഷനെ അതീന്ദ്രിയമായ എന്താണ് സ്പിരിച്വലൈസ്ഡ്, നമുക്ക് ഭഗവാന്റെ ശബ്ദ പ്രതിരൂപത്താൽ, അതീന്ദ്രിയ ശബ്ദ പ്രതിരൂപത്താൽ ആരാണോ ആരാധിക്കുന്നത് ആ വ്യക്തിയെയാണ് സമ്യക് ദർശൻ എന്ന് പറയുന്നത്. സമ്യക് ദർശൻ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഉചിതമായി കാര്യങ്ങൾ കാണുന്ന വ്യക്തി. അപ്പൊ ആ ആള് ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഭഗവാനെ ശബ്ദ പ്രതിരൂപത്താൽ, ശബ്ദ രൂപത്തിൽ, അതായത് സൗണ്ട് ട്രാൻസ്നേറ്റൽ സൗണ്ട് വൈബ്രേഷനിലൂടെ ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തിയാണ് എന്താണ് പറയുന്നത്? സമ്യക് ദർശൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കും, ശബ്ദ പ്രതിരൂപം ഭഗവാൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. അതായത്
ശ്രീമദ് ഭാഗവതം ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, ചാൻഡിങ്, നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഇത് മൂന്നും നമുക്ക് ശബ്ദ പ്രതിരൂപത്തിലാണ് പെടുന്നത്. നമ്മളിപ്പോ ഇത് മൂന്നും നമുക്ക് ട്രാൻസ്നെൻഡൽ സൗണ്ട്സ് ആണ് ഭഗവാന്റെ. ഈ സൗണ്ട്സ് നമ്മളൊരു ഭഗവത്ഗീത അല്ലെങ്കിൽ ഒരു ഭാഗവതം ശ്ലോകം ചൊല്ലുന്നതും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതിനോട് തുല്യമാണ്. അതുപോലെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് നമ്മളൊരു ഭാഗവതം ശ്ലോകം ചാൻഡ് ചെയ്യുന്നതിനോട് തുല്യമാണ്. അപ്പൊ അത് രണ്ടും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ജപവും അതിനോടൊപ്പം തന്നെ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത ശ്ലോകംസും നമ്മൾ റിസൈറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടും? നമുക്കറിയാം, എന്താണ് കലിയുഗത്തിൽ നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഏതാണെന്ന് വെച്ചാൽ അത് ഹരേ കൃഷ്ണ മന്ത്രമാണ്. അതെവിടെ പറയുന്നുണ്ട്? ബൃഹത് നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട്, ഹരേർ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തേവ ഗതിരന്യത. അപ്പൊ എന്താണ്? ഈ കലിയുഗത്തിൽ ഭഗവാൻ ഹരിയുടെ തിരുനാമം ജപിക്കുകയല്ലാതെ നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് മറ്റൊരു വഴിയുമില്ല. അപ്പൊ നമുക്കറിയാം, ഒരു കാര്യം 3 പ്രാവശ്യം പറഞ്ഞാൽ അത് ഉറപ്പാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ എന്താണ് പറയണേ? കലിയുഗത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആധ്യാത്മിക പുരോഗതിയിൽ മുന്നേറണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഹരിയുടെ തിരുനാമം ജപിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഓരോ യുഗത്തിലും ഓരോ യുഗധർമ്മങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ യുഗധർമ്മം എന്ന് നമ്മൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ശ്ലോകം എവിടെ അത് പറയുന്നു എന്ന് നോക്കാം. ശ്രീമദ് ഭാഗവതം 12th canto 3rd chapter 52ാമത്തെ ശ്ലോകം. കൃതേ യധ്യായതേ വിഷ്ണും ത്രേതായാം യജതോ മഖൈ ധോപരേ പരിചര്യായാം കലൗ തത് ഹരികീർത്തനാത്. സത്യയുഗത്തിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നതിലൂടെയും ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ നിർവഹിക്കുന്നതിലൂടെയും ദ്വാപര യുഗത്തിൽ ഭഗവാന്റെ പാദപങ്കജങ്ങൾ സേവിക്കുന്നതിലൂടെയും നേടിയിരുന്ന ഫലങ്ങളെല്ലാം കലിയുഗത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ മാത്രം നേടാൻ കഴിയും. അപ്പോ നമുക്ക് ഓരോ യുഗത്തിലും, അതായത് നമ്മുടെ കലിയുഗത്തിലെ മനുഷ്യർക്കെല്ലാം എന്താണ്? അല്പായുസുകളാണ്. നമുക്ക് ഓരോ യുഗത്തിലും നമുക്കറിയാം എന്നാണ്, അവർക്കെല്ലാം ഒരുപാട് ഇതുണ്ടായിരുന്നു, ആയുസ് കൂടുതലായിരുന്നു. പക്ഷെ നമ്മുടെ കലിയുഗത്തിൽ എന്താണ്? ആയുസ് വളരെ കുറവായത് കൊണ്ട് തന്നെ എന്താണ്, ആ ആയുസ്സിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടി കഴിയുന്ന ഒരേ ഒരു വഴി എന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ മന്ത്ര ജപമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. ഏറ്റവും കലിയുഗത്തിലെ മനുഷ്യനാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ. കാരണം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് നാമജപം എന്ന് പറയുന്നത്. ആ നാമജപം ജപിക്കുന്നതിലൂടെ നമുക്ക് ഈസിലി ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ട് ഈ ഒരു കലിയുഗത്തിൽ ജനിക്കാൻ പറ്റിയ നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. അപ്പൊ നമുക്കിനി ഭാവാർത്ഥം നോക്കാം. ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ ഭൗതിക ഘടകങ്ങളാണ് നമ്മുടെ നിലവിലുള്ള ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആകയാൽ ഭഗവാൻ വിഷ്ണുവിന്റെ അതീന്ദ്രിയ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ അവ അപൂർണങ്ങളാണ്. അപ്പൊ എന്താണ്? നമ്മുടെ ശരീരം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കുറച്ച് മൂലകങ്ങളാണ്. 24 മൂലകങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഈ ഭൗതിക ശരീരവും ഇന്ദ്രിയങ്ങളും. അപ്പോ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല. നമുക്കറിയാം, കലിയുഗത്തിലെ മനുഷ്യർക്ക് 4 തരം ന്യൂനതകൾ നിറഞ്ഞവരാണ് കലിയുഗത്തിലെ മനുഷ്യർ. അപ്പൊ അതേതൊക്കെയാണ് ന്യൂനതകൾ? അവർക്ക് തെറ്റു പറ്റുന്നു, അവർക്ക് മായയാൽ അകപ്പെട്ടവരാണ്, ചതിക്കാനുള്ള പ്രവണതയുണ്ട്. 4മത്തത് അവരുടെ ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളായി ഇരിക്കുന്ന നമുക്ക് എങ്ങനെ ഭഗവാനെ കാണാൻ പറ്റും എന്നുള്ളത്. അതായത് നമുക്കറിയാം, നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭഗവാന്റെ രൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് ചക്ഷു നൽകിയിട്ടാണ്. എന്നാൽ നമുക്ക് ഒരിക്കലും അർജുനനുള്ള ക്വാളിറ്റീസോ യോഗ്യതയൊന്നും നമുക്കില്ല. അപ്പോ എങ്ങനെ പിന്നെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും? അതാണ് ഈ ശ്ലോകത്തിൽ എളുപ്പം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശബ്ദരൂപത്തിലൂടെ ഭഗവാനെ ആരാധിക്കാനും ഭഗവാനില് അസോസിയേഷൻ എടുക്കാനും നമുക്ക് സാധിക്കും.
അടുത്തതിന്റെ പർപ്പറ്റിൽ പറയുന്നുണ്ട്, വിദൂര സ്ഥലത്ത് നിന്നും ഒരു വ്യക്തി പ്രക്ഷേപണം ചെയ്യുന്ന ശബ്ദത്തെ നമുക്ക് ഇവിടെ ഇരുന്ന് ഗ്രഹിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ സൂം തന്നെ. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലത്തിരിക്കുന്നു, നമ്മുടെ ഓരോ ഡിവോട്ടീസും പല സ്ഥലങ്ങളിലും അവരുടെ വീടുകളിലോ വർക്കിംഗ് പ്ലേസിലോ ഒക്കെ ഇരുന്നിട്ടാണ് ഈ സൂം ഇപ്പം ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. അപ്പോ എങ്ങനെ അത് കഴിയുന്നു? അതായത് ഇന്നത്തെ ടെക്നോളജി കൊണ്ടും ഏതോ ബുദ്ധിയുള്ള ആൾക്കാർ കണ്ടുപിടിച്ച കുറെ ടെക്നോളജീസ് കൊണ്ടാണ് നമുക്കത് സാധ്യമാവുന്നത്. അപ്പൊ ഇവിടെ പ്രഭുപാദ് പറയുന്നതാണ്, ഇന്ന് ഒരു ഫോണിലൂടെയോ ഒരു ടാബിലൂടെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലൂടെയോ നമുക്ക് ഇങ്ങനെ ശബ്ദം അങ്ങോട്ട് എത്താൻ കഴിയുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ശബ്ദരൂപത്തിനെ ഈ ഒരു ഭഗവാനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല? കാരണം ഇപ്പം എന്താണ്, ഈ ഒരു സൂമിലൂടെ നമുക്ക് കയറണമെങ്കിൽ നമുക്ക് കുറച്ച് റിക്വയർമെന്റ്സ് ആവശ്യമാണ്. എന്താണ്? നെറ്റ് വേണം, ഒരു ലാപ്ടോപ്പോ മൊബൈലോ എന്തെങ്കിലും വേണം, അതിന് നല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്ത് വെക്കണം, അതിന് ചാർജ് തീർന്നു പോവാതെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സാധ്യമാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഭഗവാനോട് സംസാരിക്കാൻ ഇതിനേക്കാളും എളുപ്പമാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ഈ ചാർജിങ് ഒന്നും വേണ്ട. ആകെ വേണ്ടത് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് പാലിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം ജപിക്കണം. അത് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും ഭഗവാനോട് അടുക്കാനും ഭഗവാനെ ആരാധിക്കാനും നമുക്ക് ഇതിലൂടെ തന്നെ കഴിയും. അല്ലാണ്ട് വേറെ ഒരു വലിയ സംഭവവും ഇതിൽ ആവശ്യമില്ല എന്ന് എടുത്ത് പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സംസ്കൃത പദകോശമായ എന്താണ്, അത് ഒരു ഡിക്ഷണറിയാണ്, അമരകോശം എന്ന് പറയണേ. അതിൽ എന്ത് പറയുന്നുണ്ട്? ഭഗവാനെ എന്താണ് മൂർത്തി എന്നൊരു വാക്കുണ്ട് നമ്മുടെ ശ്ലോകത്തിൽ. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് രൂപം, ഭഗവാന്റെ ഫോം. രണ്ടാമത്തത് ദുഷ്കരത്വം, ഡിഫിക്കൽറ്റി എന്നുള്ളത്. എന്നാൽ അമൂർത്തികം എന്നുള്ള ഒരു വാക്കുണ്ട്. അപ്പൊ ഇതിന്റെ നേരെ ഈ ദുഷ്കരത്വത്തിന്റെ ഡിഫിക്കൽറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്, വിത്തൗട്ട് ഡിഫിക്കൽറ്റി, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാനെ നാമരൂപത്തിൽ സൗണ്ട് ഇല്ലാത്തതാണോ മാതാജി? രൂപത്തിന്റെ ശാശ്വത പരമാനന്ദവും വിജ്ഞാനവും അനുഭവവേദ്യമാകുന്നു. അത്തരം കുറച്ചു നേരം കേട്ടില്ല മാതാജി. ഹരേ കൃഷ്ണ. കുറച്ചു നേരം കേട്ടില്ലായിരുന്നു. ഹരേ കൃഷ്ണ. കുറച്ചു നേരം ഒന്നും കേട്ടില്ലായിരുന്നു മാതാജി. എനിക്ക് മാത്രമാണോ? ഇപ്പൊ കേൾക്കാം. കേട്ടായിരുന്നോ ഇടയില്? ഇടയ്ക്ക് കേട്ടില്ല മാതാജി. മറ്റുള്ളവർക്ക് പ്രശ്നം ശകല സമയം എന്ന് പറഞ്ഞാൽ കേട്ടില്ല. ബാക്കി ഓക്കെ ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഒരിച്ചിരി നേരം കേട്ടില്ല. അപ്പൊ ഹരേ കൃഷ്ണ മാതാജി, ആ 4ാമത്തെ തീർന്നു കഴിഞ്ഞ് പറഞ്ഞാലും മതി. മനുഷ്യർക്ക് 4 ദോഷങ്ങളുണ്ട്. പറയാം. ഹരേ കൃഷ്ണ. കലിയുഗത്തിലെ മനുഷ്യരുടെ 4 തരം ന്യൂനതകൾ എന്ന് വെച്ചാല്, അവർക്ക് തെറ്റ് പറ്റുന്നു, അവര് മായയാൽ അകപ്പെട്ടവർ, വശംവദരാണ്, മായയിൽ അകപ്പെട്ടവരാണ്. പിന്നെന്ന് വെച്ചാല് അവർക്ക് ചതിക്കാനുള്ള പ്രവണതയുണ്ട്. 4ാമത്തത് ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാണ്. അപ്പൊ അമൂർത്തികം അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ അമൂർത്തികം എന്നുള്ള വാക്കിന്റെ അർത്ഥം വിത്തൗട്ട് ഡിഫിക്കൽറ്റി, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും എന്നാണ് അമൂർത്തികം എന്ന വാക്കിന്റെ മീനിങ് എന്നാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. അപ്പൊ എങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും എന്ന് വെച്ചാല്, അത് പർപ്പറ്റ് തന്നെ പ്രഭുപാദ് പറയുന്നുണ്ട്. ദിവ്യമന്ത്ര ജപത്താലും അഥവാ അതീന്ദ്രിയ ശബ്ദ ചിത്രീകരണത്തിലൂടെയും പുനരുദ്ധീകരിച്ച നമ്മുടെ യഥാർത്ഥ ആത്മീയ ഇന്ദ്രിയങ്ങളാൽ അതീന്ദ്രിയ രൂപത്തിന്റെ ശാശ്വത പരമാനന്ദവും വിജ്ഞാനവും അനുഭവവേദ്യമാകുന്നു. അത്തരം അതീന്ദ്രിയ ശബ്ദത്തെ, അപ്പൊ ഭഗവാന്റെ നാമത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ആ നാമത്തെ നമുക്ക് എങ്ങനെ നമ്മളിലോട്ട് എത്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാല്, ഉത്തമ വിശ്വാസയോഗ്യനായ യഥാർത്ഥ ആത്മീയ ആചാര്യന്റെ സുതാര്യ കർത്തൃത്വത്തിൽ നിന്നും സ്വീകരിക്കണമെന്ന് മാത്രമല്ല, ആത്മീയാചാര്യന്റെ നിർദ്ദേശാനുസരണം ജപം പരിശീലിക്കുകയും വേണം. അത് ഉത്തരോത്തരമായി നമ്മെ ഭഗവത് സമീപത്തേക്ക് നയിക്കുന്നു. അപ്പൊ നമ്മള് നാമം ജപിക്കുമ്പോൾ അത് ആരിൽ നിന്ന്, നമ്മളെ ഒരു നാമജപം അല്ലെങ്കിൽ ഒരു ദീക്ഷ സ്വീകരിക്കുമ്പോൾ അത്
മന്ത്രദീക്ഷ സ്വീകരിക്കുമ്പോൾ ആരിൽ നിന്ന് സ്വീകരിക്കണം? അത് ഉത്തമനായ ഒരു ഗുരുവിൽ നിന്നും ഗുരുവിന്റെ നിർദ്ദേശാനുസരണം നമ്മൾ ചെയ്താൽ മാത്രമേ അത് നമ്മളെ ഭഗവാനിലോട്ട് എത്തിക്കുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനോ നമുക്ക് തോന്നുന്നത് പോലെ ഇപ്പം ചിലര് നമുക്ക് മാല എടുത്തു വെച്ചിട്ട് പല മന്ത്രങ്ങൾ ജപിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ശിവമന്ത്രങ്ങൾ, അങ്ങനെ പലതും ജപിക്കും. പക്ഷെ ഏത് മന്ത്രം ജപിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗുരുവിൽ നിന്ന് അതിന്റെ ആ നിർദ്ദേശം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണവും ഗൈഡൻസിലും മാത്രം നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ഭഗവാനിലോട്ട് എത്തുകയുള്ളൂ. അപ്പോ നമുക്ക് ഇവിടെ പ്രഭുപാദ് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. പ്രഭുപാദ് നമുക്കിപ്പോ യൂട്യൂബിലോ നിങ്ങൾ ഏത് ഇതിൽ എടുത്തു നോക്കിയാലും പ്രഭുപാദ് ചാൻഡിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ 1-2 കോട്ട്സ് ഞാൻ ശ്രമിക്കാൻ പറയാൻ. അപ്പൊ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 16 മാല നിങ്ങൾ ഒരു ദിവസം ജപിച്ചില്ല എങ്കിൽ നിങ്ങൾ അന്ന് ഉറങ്ങരുത്. കാരണം നിങ്ങൾ എന്തിനും ജപിക്കാൻ മറക്കണം. കാരണം നിങ്ങൾ കഴിക്കാൻ മറക്കുന്നില്ല, നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ മറക്കുന്നില്ല. അപ്പോ ജപിക്കാൻ എന്തുകൊണ്ട് മറക്കുന്നു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത്. അതുപോലെ തന്നെ പ്രഭുപാദ് പറയുന്നുണ്ട്, അദ്ദേഹം അമേരിക്കയിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് അവിടെ പ്രോഗ്രാമോ പ്രസാദ ഡിസ്ട്രിബ്യൂഷനോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എങ്ങനെ അദ്ദേഹം ആദ്യം തുടങ്ങി എന്ന് വെച്ചാൽ ഓൺലി ത്രൂ മന്ത്രജപ. ഒരു സ്ഥലത്തിരുന്ന് 2-3 മണിക്കൂർ ജപിക്കും. അപ്പൊ കുറെ ആൾക്കാർ പ്രഭുപാദിനെ നോട്ടീസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അവര് പ്രഭുപാദിലോട്ട് അട്രാക്ട് ആയി വന്നത്. പിന്നീടാണ് പ്രഭുപാദ് ഇതെല്ലാം ചെയ്തതെന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. അതിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, വി ഷുഡ് always be confident that this chanting is not a vibration of this material world. ഏപ്രിൽ 1973 ന്യൂയോർക്കിൽ കൊടുത്ത ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മഹാമന്ത്രം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ പ്രഭുപാദ് പറയുന്നത്, നോ ചാൻഡിങ് നോ സക്സസ്. നമ്മൾ ജപിച്ചില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല. KNOW അറിയുക. ചാൻഡിങ്ങിനെ അറിഞ്ഞാൽ നോ സക്സസ്, നമുക്ക് വിജയവും അറിയാൻ സാധിക്കും. അപ്പൊ ചാൻഡിങ്ങിലൂടെ മാത്രമേ നമുക്ക് ആത്മീയ പുരോഗതിയും ആത്മീയതയിലും സക്സസ് ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഇന്റർവ്യൂല് പ്രഭുപാദിന്റെ അടുത്ത് ആ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആള് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോളോവേഴ്സ് എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കൂടുതലും ജപത്തിനെയാണല്ലോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഡിസേബിൾസ് എല്ലാം എപ്പോഴും ജപിക്കുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പൊ പ്രഭുപാദ് പറയും, ചാൻഡിങ് മീൻസ് ടു കീപ് അസോസിയേഷൻ വിത്ത് ഗോഡ് ഓൾവേസ് ആൻഡ് വിത്ത് ഗോഡ് ഡയറക്ട്ലി. നമുക്ക് ഭഗവാനുമായിട്ട് നേരിട്ടും എപ്പോഴും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ നാമജപം മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ ഒരിക്കലും ഒരു വ്യത്യാസവും ഇല്ല. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മൾ നാമജപത്തിനെയും ഭഗവാനെയും തമ്മിൽ ഒരിക്കലും രണ്ടായിട്ട് കാണാനും പാടില്ല. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പർപ്പട്ടിൽ പിന്നെ പാഞ്ചരാത്രിക വൃതിയെ വിധിയെ കുറിച്ചാണ് പറയുന്നത്. അത് ഇന്നലെ കൃപാസാഗർ പ്രഭു മാതാജിയും രാജറാണി മാജിയും നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് നമ്മുടെ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് ഒരു ക്ലാസ്സിൽ നാമജപത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ നരഹരി പ്രഭു ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു മെയിലുണ്ട്. അപ്പൊ അതിൽ എന്താണ് മഹാരാജ് കുറച്ച് നല്ല പോയിന്റ്സ് പറയുന്നുണ്ട്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അപ്പൊ മഹാരാജ് പറയുന്നുണ്ട്, നാമജപം 1 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ ചെയ്തു തീർക്കേണ്ട കാര്യം അല്ല. നമ്മൾ എവിടെ നടന്നാലും എവിടെയൊക്കെ പോയാലും എന്ത് ചെയ്താലും അതിന്റെ കൂടെ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം എന്നാണ്. നമ്മൾ എണീക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മന്ത്രജപം. അപ്പം മഹാരാജ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ ആരാണ് ഇതിൽ നിന്ന് നിങ്ങളെ തടയുന്നത്? ആരെങ്കിലും നിങ്ങളടുത്ത് ജപിക്കരുത്, വാ അടയ്ക്കോ, നിങ്ങൾ ജപിക്കാൻ പാടില്ല എന്ന് ആരും നിങ്ങളടുത്ത് പറയില്ല. അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇത് നാമജപം ഒരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ജപിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആരും ഇതിന് തടയത്തില്ല. കാരണം ഈ നാമജപത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും ജപം നിർത്തത്തുമില്ല എന്ന് മഹാരാജ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ എന്താണ് പല മഹാജനാസ് നാമജപത്തിനെ എങ്ങനെ പറയുന്നു എന്ന് മഹാരാജ് പറയുന്നുണ്ട്. മഹാഭാരതത്തില് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭഗവാനും പഞ്ചപാണ്ഡവരും ഭീഷ്മ പിതാമഹനെ കാണാൻ വരും.
അപ്പോഴ് യുധിഷ്ഠിര മഹാരാജാവ് കുറച്ച് റിലീജിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് രാജധർമ്മം എന്താണ്, സ്ത്രീധർമ്മം എന്താണ്, അപധർമ്മം എന്താണ്, പിന്നെ അങ്ങനെ ചോദിക്കുന്ന കുറച്ച് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ശ്ലോകം ഇതാണ്: കിം ഏകം ദൈവതം ലോകേ കിം വാപി ഏകം പരായണം തുവം കം കം അർച്ചന്തം പ്രായുർമനവ ശുഭം കോ ധർമ്മ സർവധർമാനാം ഭഗവത്താ പരമോത്മതാ കിം ജപൻ മുച്യത്തെ ജന്തു ജന്മ സംസാര ബന്ധനാത്. അപ്പോ അത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ഹു ഈസ് സുപ്രീം ഡൈറ്റി? ആരാണ് സുപ്രീം ഡൈറ്റി? ആരെയാണ് നമ്മൾ സുപ്രീം ഷെൽട്ടർ? ആരെയാണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യേണ്ടത്? ആർക്കാണ് നമ്മൾ പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടത്? ആരാണ് ഈ ഒരു എല്ലാ തത്വങ്ങളുടെ റിലീജിയസ് പ്രിൻസിപ്പിൾസിനെയും ആരാണ് നയിക്കുന്നത്? അല്ലെങ്കിൽ ചാൻഡിങ്, നമുക്ക് ഒരാൾക്ക് ജപിക്കുന്നതിലൂടെ ജന്മ ചക്രത്തിൽ നിന്ന് മോക്ഷം നേടാൻ കഴിയുമോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഭീഷ്മ പിതാമഹൻ വളരെ ഭംഗിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സുവന്ന ആമ സഹസ്രേന പുരുഷസ്തയോതിക. അതായത് നമ്മൾ ഭഗവാന്റെ 1000 നാമങ്ങൾ ജപിക്കുന്നതിലൂടെ, അതായത് ഈ ലോകത്തിന്റെ നാഥനായിട്ടുള്ള ഭഗവാന്റെ 1000 സഹസ്രനാമങ്ങൾ ജപിക്കുന്നതിലൂടെയും ഭഗവാന്റെ നമുക്ക് അളക്കാൻ കഴിയാത്തുള്ള രൂപ ഗുണങ്ങളെ കുറിച്ച് പറയുന്നതിലൂടെയും ഒരാൾ സ്പിരിച്വലായിട്ട് മുന്നേറും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭഗവാൻ ആരാണോ വർഷിപ്പ് ചെയ്യുന്നത് അയാൾക്ക് അയാൾ ഡിവോഷണലി ഉയരുകയും ചെയ്യും. ആ ഭഗവാനെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുകയും ഗ്ലോറിഫൈ ചെയ്യുകയും പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്യണം. അപ്പൊ ഇതാണ് ഏറ്റവും ഈ ഭഗവാന്റെ 1000 നാമങ്ങൾ ജപിക്കുന്നതാണ്, സഹസ്ര നാമങ്ങൾ ജപിക്കുന്നതാണ് ഏറ്റവും വലിയ സുപ്രീം ധർമ്മ എന്ന് ഭീഷ്മ പിതാമഹൻ പറയുന്നുണ്ട്. അപ്പൊ ഈ യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചത് സുപ്രീം ധർമ്മ എന്താണെന്ന് ചോദിച്ചപ്പോ ഭീഷ്മ പിതാമഹൻ പറഞ്ഞത് ഭഗവാന്റെ സഹസ്രനാമം. നമുക്കറിയാം അല്ലെ എന്താണ് സഹസ്രനാമം? വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ നമുക്ക് അതാണ് ആ ഒരു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റും എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ മഹാരാജ് പറയുന്നുണ്ട്, കലിയുഗത്തിലെ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിഷ്ണു സഹസ്രനാമം എപ്പോഴും ചൊല്ലാനൊന്നും പറ്റില്ല. കാരണം അവർക്ക് ബുദ്ധി കുറഞ്ഞവരാണ്, അവർക്ക് തെറ്റ് പറ്റുന്നവരാണ്. അപ്പൊ അതിന് മഹാരാജ് എളുപ്പത്തിൽ അടുത്ത ഒരു കഥ കോട്ട് ചെയ്യുന്നുണ്ട്. ഈ സഹസ്രനാമം ജപിക്കാതെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ഈസിലി നമുക്ക് എങ്ങനെ ഭഗവാനെ അറ്റൈൻ ചെയ്യാം എന്നുള്ളത്. അത് പിന്നെ പത്മപുരാണത്തിൽ ഒരു സ്റ്റോറിയാണ്. ലോർഡ് ശിവഭഗവാനും പാർവതിയും ദേവിയും തമ്മിലുള്ള ഒരു പാസ്റ്റ് ടൈം ആണ് മഹാരാജ് അവിടെ കോട്ട് ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു ദിവസം വിഷ്ണുവിനെ എങ്ങനെ ആരാധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശിവഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു പാർവതി ദേവിക്ക്. അപ്പൊ പാർവതി ദേവി അതില് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം കൂടുതൽ ചോദിക്കുമ്പോ ഭഗവാൻ പറയും, ഒരു കാര്യം ചെയ്യൂ, വാമനദേവന്റെ അടുത്ത് പോയിട്ട് പൂജാ വിധികളൊക്കെ പഠിക്കൂ ഭഗവാനെ കുറിച്ചിട്ടെന്ന് പറയും. അപ്പൊ അവിടെ പോയി പൂജാ വിധികൾ പഠിക്കുമ്പോ ഇതേപോലെ ഭഗവാന്റെ സഹസ്രനാമങ്ങളും ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു കുറച്ച് സമയം എടുക്കുന്ന കുറച്ച് റിച്വൽസ് ആണ് അതിൽ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവര് ഭഗവാൻ ദേവിയും തമ്മില് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദേവി ലേറ്റാവും. കാരണം എനിക്ക് ഇത്രയും ഭഗവാനെ ഭക്ഷിപ്പിക്കാനുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് ഇത്രയും സമയം എടുക്കുമെന്ന് പറയും. അപ്പൊ അവിടെ പത്മപുരാണത്തിന്റെ ഉത്തരകാണ്ഡത്തിൽ വരുന്ന ഒരു ശ്ലോകം ശിവഭഗവാൻ ചിരിച്ചുകൊണ്ട് പാർവതി ദേവിക്ക് പറയുന്നുണ്ട്, നീ ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് 1000 സഹസ്രനാമം ജപിച്ചിട്ടൊന്നും കഴിക്കണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റും. 1000 നാമങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു നാമം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഉത്തരകാണ്ഡത്തില് പത്മപുരാണത്തിന്റെ ഉത്തരകാണ്ഡത്തിൽ 72.335 അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: രാമ രാമേതി രാമേതി രാമേ രാമേ മനോരമേ സഹസ്രനാമാഭിതുല്യം രാമനാമാവരാണമേ. അപ്പൊ നീ
3 പ്രാവശ്യം രാമനാമം, രാമ 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 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സഹസ്രനാമത്തിന് തുല്യമാണ്. അതുകൊണ്ട് ദേവി അങ്ങ് ഈ ഒരു 3 പ്രാവശ്യം രാമനാമം പറഞ്ഞാൽ തന്നെ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന്റെ ഫലം അങ്ങേക്ക് കിട്ടുന്നു പറയും. അപ്പൊ ഇത് കേട്ടിട്ട് പാർവതി ദേവി എന്ത് ചെയ്യും? 3 പ്രാവശ്യം രാമനാമം ജപിച്ചിട്ട് പ്രസാദം കഴിക്കും. അപ്പോ നമുക്കറിയാം വൈഷ്ണവരില് ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യക്തിയാണ് ശിവഭഗവാൻ. അപ്പൊ ശിവഭഗവാൻ നമുക്ക് എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ വീണ്ടും പാർവതി ദേവി ചോദിക്കും, ഭഗവാനെ ഈ ഒരു നാമമല്ലേ അങ്ങ് പറഞ്ഞെന്നോളൂ, രാവണന്റെ ശത്രുവായിട്ടുള്ള ഭഗവാന് ഇനിയും ഒരുപാട് നാമങ്ങൾ കാണുമല്ലോ, അപ്പൊ അതും കൂടെ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകമാണ് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ തായ പതയേ നമഃ. ഭഗവാന് എങ്ങനെയുള്ള ഒബീസൻസ് ടു ലോർഡ് രാമ, രാമചന്ദ്ര, രാമഭദ്ര, രാമചന്ദ്ര, ദ ക്രിയേറ്റർ ടു രഘുനാഥ, ടു ദ ലോർഡ് ആൻഡ് ദ ഹസ്ബൻഡ് ഓഫ് സീത. വേറെ മൂന്ന് നാമങ്ങൾ ഭഗവാന്റെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? രാമ, രാമഭദ്ര, രാമചന്ദ്ര. അപ്പൊ ഇതിനെ വീണ്ടും ഈ ശ്ലോകം, അപ്പം ശിവഭഗവാൻ പറയുന്നുണ്ട് ഈ ശ്ലോകം ദേവി അങ്ങ് രാവിലെയും രാത്രിയും എന്ത് ചെയ്താ ജപിച്ചാൽ തന്നെ ഭഗവാൻ രാമനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുകയും അങ്ങനെ താങ്കളുടെ ഡിവോഷൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും പറ്റും എന്ന് പറയണം. അപ്പൊ 1000 സഹസ്രനാമത്തിന് ഈക്വൽ ആയിട്ടുള്ള ഒരു മന്ത്രം നമുക്ക് തന്നിട്ട് ശിവഭഗവാൻ നമ്മളോട് വളരെ കരുണാമയനായിട്ട് കാണിച്ചിരിക്കുകയാണ്. അടുത്ത മഹാരാജ്, നമുക്കറിയാം മഹാരാജ് MA സാൻസ്ക്രിറ്റ് ആണ്. അപ്പോ മഹാരാജ് അവിടെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമുക്ക് മലയാളത്തിലാണെങ്കിലും കച്ച, ഡ, താപ്പ അങ്ങനെയുണ്ട്. അപ്പൊ അതുപോലെ സാൻസ്ക്രിറ്റില് ടാ, ചാ, താ, അപ്പൊ അതിന് മഹാരാജ് 1, 2, 3 ഓരോ ലെറ്റേഴ്സിന് ഓരോ നമ്പർ കൊടുത്തിട്ട് എന്നിട്ട് രാമയുടെ 3 ലെറ്റേഴ്സ് രാമ, അപ്പൊ അത് വരുമ്പം 10 ആണ് അതിന്റെ കാൽക്കുലേഷൻ. അപ്പം 10 × 10 × 10 അപ്പം 1000. അപ്പൊ മഹാരാജ് പറയാണ് കാൽക്കുലേഷൻ നോക്കുമ്പോഴും ഇത് കറക്റ്റ് ആണ്. എന്താണ്? 10, 10, 10. 10 × 10 × 10 1000. അപ്പം ആ രാമ എന്നുള്ള 3 പ്രാവശ്യം ജപിക്കുന്നത് കാൽക്കുലേഷൻ വൈസ് നോക്കിയാലും അതെന്താണ്? 1000 നമ്പറിന് തുല്യമാണ്. അങ്ങനെ മഹാരാജ് നമുക്ക് അതിന് ഒരു കാൽക്കുലേഷൻ കൂടെ വരെ തരുന്നുണ്ട്. അപ്പോ നമുക്കറിയാം ഇത് നമുക്ക് ഇത്രയും നാമം രാമ എന്നുള്ള 3 നാമം ജപിച്ചാൽ തന്നെ വളരെ നല്ല ആണെന്ന് പാർവതി ദേവിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിന്റെ എന്ത് കിട്ടും? എന്താണ് പ്യൂരിഫിക്കേഷൻ. ഇതിൽ ഈ നാമം ജപിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പ്യൂരിഫിക്കേഷൻ കിട്ടുമെന്നും നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടാമിനേഷൻസ് അതൊക്കെ എങ്ങനെ മാറും എന്നുള്ളതാണ് മഹാരാജ് അടുത്ത ഒരു ഇതിൽ പറയുന്നത്. അതിൽ മഹാരാജ് പറയുന്നത് ഒരു എന്താണ് ഒരു സ്റ്റോറിയാണ് മഹാരാജ് പറയുന്നത്. ഹരേ കൃഷ്ണ, കേക്കാവോ? കേക്കാം മാതാജി, അപ്പോ അതില് രാമന്റെ ഒരു ശ്ലോകം, ഈ ഒരു ശ്ലോകം വീണ്ടും ഒരു ശ്ലോകം മഹാരാജ് പറയുന്നുണ്ട്. മാനസം വാചികം പാപം കർമ്മണ സമുപാർജിതം ശ്രീരാമ സ്മരണേനൈവ വ്യാപോഹതീന സംശയ. അതായത് നമ്മൾ 3 രീതിയിലാണ് തെറ്റ് ചെയ്യുന്നത്, മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും. അപ്പം ഈ 3 രീതി ചെയ്യുന്ന തെറ്റുകളും അങ്ങനെയുള്ള സിൻഫുൾ ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും രാമനാമം കൊണ്ട് കഴിയും. All sins committed and acquired by mind, speech and deeds are indeed annihilated by chanting the name of Lord Sri Rama Nama and let there be no doubt. അതിന് ഒരു സംശയവും വേണ്ട എന്നാണ് പറയുന്നത്. നമ്മൾ 3 പ്രാവശ്യം നാമം ജപിക്കുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തിലൂടെ വരുന്ന ശരീരത്തിനും ഒന്ന് നമുക്ക് നമ്മുടെ മനസ്സിനും ഒന്ന് നമ്മുടെ പ്രവൃത്തിക്കും വേണ്ടിയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ 350 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശ്രീപാദ ശങ്കരാചാര്യരുടെ തലമുറയിൽ വരുന്ന ഒരു ഭക്തൻ, ഭഗവാൻ നാമ ബോധേന്ദ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റ് ടൈം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരു ഒരിക്കൽ അദ്ദേഹത്തിനോട് പറയും, നീ ജഗന്നാഥപുരി പോയിട്ട് അവിടെ ഒരു ഭക്തനുണ്ട്, അദ്ദേഹം എഴുതിയൊരു ബുക്കാണ്
ഭഗവാൻ നാമകൗമുദി. അപ്പൊ ആ ഡിവോട്ടിയുടെ അടുത്ത് പോയിട്ട് ആ ഒരു സെയിന്റ് സന്യാസിയുടെ പേര് ലക്ഷ്മിധാര കവി എന്നാണ്. അദ്ദേഹം എഴുതിയ ബുക്ക് ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ അടുത്ത് ബോധേന്ദ്രയുടെ അടുത്ത് നാമബോധേന്ദ്രയുടെ അടുത്ത് പറയും അവിടെ പോയിട്ട് അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആ ബുക്കിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഇദ്ദേഹം സ്വാമി ബോധേന്ദ്ര പുരിയിലോ എത്തുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ വീടിന്റെ ലക്ഷ്മിധാര കവിയുടെ വീടിന്റെ വെളിയിൽ എത്തുമ്പോൾ രാത്രിയാവും. അപ്പം വീട്ടിൽ കയറാതെ പുറത്ത് സിറ്റ് ഔട്ടിൽ തന്നെ കിടക്കും. അപ്പോഴത്തേക്ക് കാരണം രാത്രി കയറി അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിക്കും. ആ സമയത്ത് അതിനും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ബ്രാഹ്മണൻ ഭാര്യയുമായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്തിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ വെച്ച് ഒരു മുസ്ലിം ഒരു കൊള്ളക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കടത്തിക്കൊണ്ട് പോവുകയും അവരെ ഇയാളെ കൂടെ ഇത് ചെയ്ത് കുറെ ഇതാവുകയും ചെയ്യും. അപ്പം ഈ കുറെ നാൾ കഴിയുമ്പോ ഈ ആരാണ് ബ്രാഹ്മണൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ നമ്മുടെ പർദ്ദ ഇട്ടിട്ട് വന്നിട്ട് പറയും ഞാൻ അങ്ങയുടെ ഭാര്യയാണ്, എന്നാൽ ഇയാൾ എന്നെ കടത്തിക്കൊണ്ടുപോയി ഒരുപാട് എന്നെ മോശമായിട്ട് ഇത് ചെയ്തുകൊണ്ട് എനിക്കിന്ന് അങ്ങയുടെ ഭാര്യയായിട്ടിരിക്കാൻ ഉള്ള അർഹതയില്ല, എന്നാൽ ഞാനിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്, അപ്പൊ എനിക്ക് അങ്ങ് എന്തെങ്കിലും ഒരു അഭയസ്ഥാനം തരണം എന്ന് പറയും. അപ്പോ ഈ ബ്രാഹ്മണൻ പറയും നിന്റെ അനുവാദത്തോടു കൂടി അല്ല അയാൾ കൊണ്ടുപോയി ഉപദ്രവിച്ചത്, നിന്റെ ഇഷ്ടത്തിന് പോയതുമല്ല, അയാൾ നിന്നെ പിടിച്ചു മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്, അതുകൊണ്ട് ഒരിക്കലും നിനക്ക് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല, ഞാൻ നിന്നെ സ്വീകരിക്കാം, എന്നാലും നമുക്ക് നമ്മുടെ ഗുരു അതായത് ഈ ലക്ഷ്മിധര കവിയുടെ അടുത്ത് പോയിട്ട് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, നിന്റെ പ്യൂരിറ്റി തിരിച്ചു കൊണ്ടുവരാനെന്ന് ചോദിക്കാന്ന് പറയും. അപ്പോ നമ്മുടെ നാമബോധേന്ദ്ര അവിടെ നിൽക്കുന്ന അതേ സമയത്താണ് ഈ ബ്രാഹ്മണനും ഭാര്യയും കൂടെ അങ്ങോട്ട് വരുമ്പോ പിറ്റേ ദിവസം രാവിലെ അവര് 3 പേരും കാണുകയും അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോവുകയും ചെയ്യുമ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹത്തിന്റെ മകനാണുള്ളത്. അപ്പൊ ഈ ബ്രാഹ്മണൻ ഈ കാര്യം മകനോട് അവതരിപ്പിക്കുമ്പോ മകൻ പറയും ശരി അച്ഛൻ സ്ഥലത്തില്ല, ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് അച്ഛൻ എന്നെയും കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നദി ഏതാണ് നമ്മുടെ ഇവിടെയുള്ള ജഗന്നാഥപുരിയിലുള്ള നമ്മുടെ ഇവിടെ പോയിട്ട് ഗംഗയിൽ പോയിട്ട് 3 പ്രാവശ്യം രാമനാമം പറഞ്ഞിട്ട് ഗംഗയിൽ മുങ്ങാൻ പറയും. അപ്പോ അങ്ങനെ ഈ ഭാര്യ പോയി 3 പ്രാവശ്യം രാമനാമം പറഞ്ഞ് ഗംഗയിൽ മുങ്ങിയിട്ടിരിക്കുമ്പോ അവരുടെ മുഖത്ത് നല്ല ചൈതന്യം വരികയും അവർ പഴയ പോലെ അത്രയും എന്താണ് പ്യൂരിറ്റിയോട് കൂടി തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ അത് രാമനാമത്തിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലൂടെയും ഭഗവാന് നമ്മുടെ എല്ലാ ഇമ്പ്യൂരിറ്റീസും മാറ്റാൻ ആ രാമനാമത്തിന് കഴിയും എന്നുള്ളതാണ് ഇവിടെ മഹാരാജ് പറഞ്ഞു തരുന്നത്. അപ്പൊ അടുത്ത് വീണ്ടും മഹാരാജ് പറയുന്നുണ്ട്, നമുക്കറിയാം രാമനാമത്തിന് നമുക്ക് ഭഗവാൻ രാമന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാല് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരുന്ന കാലഘട്ടമാണ്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് മഹാരാജ് പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തില് വാൽമീകി മുനി പറയുന്നുണ്ട്, അതിന്റെ യുദ്ധകാണ്ഡത്തിന്റെ അവസാനത്തിന്റെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, രാമോ രാമ ഇതി പ്രജനാമഭവാൻ കതഃ രാമഭൂതം ജഗദാഭൂത് രാമേ രാജ്യം പ്രശംസതി. അപ്പൊ when Lord Rama ruled the kingdom, he talks of people centered him only. The talks of people centered him only. Everyone chanted Rama, Rama, Rama. The entire kingdom was conscious of Lord Rama. എല്ലാവരും രാമ രാമ എന്ന് മാത്രമാണ് ജപിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ മുഴുവൻ ആൾക്കാരും എന്താണ് ഭഗവാൻ രാമനിൽ സെന്റർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ശ്രീമദ് ഭാഗവതം 9ാമത്തെ കാൻഡോ 10ാം അധ്യായം 50-51 ശ്ലോകം ഇവിടെ മഹാരാജ് കോട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്, പ്രചോത്സ ധർമ്മ നിരത വർണ്ണാശ്രമ ഗുണാനിത ജുഗോപാ പിതൃവത് രാമോ നിരോപിതരം ചത്തം ത്രേതായാം വർത്തമാനായാം കാലാകൃത സമോഭവത് രാമേ രാജനി ധർമ്മേ സർവഭൂത സുഖാവഹേ. അപ്പോ അതിൽ പറയുന്നുണ്ട്, ഭഗവാൻ രാമചന്ദ്രൻ പ്രജകളെ ശരിക്കും ഒരു പിതാവെന്ന പോലെ ശ്രദ്ധിച്ചു. വർണ്ണവും ആശ്രവും അനുസരിച്ചുള്ള അവരുടെ ധർമ്മത്തിൽ നിരതനായിരുന്ന പ്രജകളും അദ്ദേഹത്തെ തങ്ങളുടെ പിതാവായി
ശക്തീകരിച്ചു. ഭഗവാനെ അവരെന്താണ് സ്വന്തം അച്ഛനെ പോലെയാണ് കണ്ടിരുന്നത്. രാമചന്ദ്ര ഭഗവാൻ രാജാവായത് ത്രേതായുഗത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണകൂടം ശ്രേഷ്ഠമായിരുന്നതിനാൽ ആ യുഗം സത്യയുഗം പോലെയായിരുന്നു. എല്ലാവരും ധാർമ്മികരും പൂർണ്ണ സന്തോഷവാന്മാരുമായിരുന്നു. അപ്പോ ഭഗവാൻ ത്രേതായുഗത്തിലാണ് ഭരിച്ചിരുന്നതെങ്കിൽ ആൾക്കാര് എന്താണ് ഭഗവാന്റെ നാമം ജപിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ധർമ്മനിരതരും എല്ലാവരും എന്തുമായിരുന്നു, അതൊരു സത്യയുഗം പോലെയായിരുന്നു അവിടുത്തെ പ്യൂരിറ്റി നിലനിന്നിരുന്നത്. അപ്പോ പ്രഭുപാദ് ഇതിന്റെ ഒരു കമന്ററി പറയുന്നുണ്ട്, നമ്മുടെ സങ്കീർത്തന മൂവ്മെന്റും എന്താണ് പറയുന്നത്, ഹരേ കൃഷ്ണ മന്ത്രമാണ് കലിയുഗത്തിലെ എല്ലാ കണ്ടാമിനേഷനും മാറാനുള്ള വഴിയെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രഭുപാദ് എന്താണ് പറയുന്നത്, ചാൻ ഹരേ കൃഷ്ണ ആൻഡ് ബി ഹാപ്പി. ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് സന്തോഷമായിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരാള് എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്താൽ പോലും ഒരിക്കലും എന്താണ് അയാൾ ഒരിക്കലും ഇമ്മീഡിയറ്റ്ലി അതിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. പക്ഷെ നാമം ജപിക്കുന്നതിലൂടെ അയാൾക്ക് ആ എല്ലാ സിൻഫുൾ ആക്ടിവിറ്റീസിൽ നിന്നും പുറത്തു വരാനും മന്ത്രജപത്തില് അയാളുടെ എല്ലാ എന്താണ് കണ്ടാമിനേഷനും എല്ലാ സിൻഫുൾ ആക്ടിവിറ്റീസിൽ നിന്നും ഫ്രീ ആവാനും ലൈഫിൽ സക്സസ് ആവാനും പറ്റും എന്ന് പ്രഭുപാദ് ഇതിന്റെ പർപ്പറ്റിൽ പറയുന്നുണ്ട്. പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പൊ കലിയുഗത്തില് നമ്മളെ രാമചന്ദ്ര ഭഗവാനെ പോലെ നമ്മുടെ മുന്നിൽ അവതരിച്ച് നമ്മളെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ വന്ന ഒരു വ്യക്തിയാണ് ആരാണ്, നമ്മുടെ ചൈതന്യ മഹാപ്രഭു. അപ്പൊ അദ്ദേഹം നമുക്ക് തന്ന ഒരു പ്രസ്ഥാനമാണ് സങ്കീർത്തന പ്രസ്ഥാനം. അപ്പൊ അതിൽ ആകെ പറയുന്നത് എന്താണ്, നാമം ജപിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ മഹാരാജ് പറയുന്നുണ്ട്, രാമരാജ്യം വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നാമം ജപിക്കണം. അത് നിങ്ങൾ മാത്രം ജപിച്ചാലും പോരാ, നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലോട്ടും എത്തിക്കണം. നമ്മളെല്ലാവരും ഓരോ വീടുകളിലാണ് താമസിക്കുന്നത്. അവിടെ നമുക്ക് എന്തുണ്ട്, ചുറ്റും നൈബേഴ്സ് ഉണ്ട്. നമ്മളല്ലെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ നമുക്ക് കൊളീഗ്സ് ഉണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, അവിടെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇതിലെല്ലാരെയും നമ്മൾ എന്ത് ചെയ്യണം, വിളിക്കണം. എന്തിനാണ്, കൃഷ്ണ കോൺഷ്യസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി, അത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രോഗ്രാമുകളിലോട്ട് ക്ഷണിക്കണം. നമ്മൾ അവർക്ക് പ്രസാദം കൊടുക്കണം. നമ്മൾ അവരെ എന്താണ് നാമം ജപിക്കാനായിട്ട് അവരെ നമ്മൾ എന്താണ് പ്രോത്സാഹിപ്പിച്ച് അവരെ നമ്മൾ ഇൻസ്പയർ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ റിയൽ റിലേറ്റീവ്സ് ആവുള്ളൂ. ബന്ധുക്കൾ എന്ന് വെച്ചാല് നാമജപവും നാമം ജപിക്കാനും ഇൻസിസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് അതൊരിക്കലും ഒരു ബന്ധു അല്ല. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ കലിയുഗത്തിൽ അവരെ മിസ്ലീഡ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ആകെ അവർക്ക് ചെയ്യേണ്ടത് വേറെ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ആകെ നാമജപം മാത്രമാണ് ഇമ്പോർട്ടന്റ്. അത് നമ്മൾ അവരില് നന്നായിട്ട് ഇൻസിസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുവരണം. അത് നമുക്കറിയാം, ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളുണ്ട്. ഈ 12ാമത്തെ സ്കന്ധം അവസാനിക്കുന്ന ശ്ലോകം ഏതാണെന്ന് വെച്ചാല്, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖ ശമനസ്തം നമാമി ഹരിം പരം. അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ആരുടെ ദിവ്യനാമങ്ങളുടെ സംഘം ചേർന്നുള്ള കീർത്തനമാണോ സർവ പാപ പ്രതികരണങ്ങൾ നശിപ്പിക്കുന്നത്, ആർക്ക് പ്രണാമം അർപ്പിച്ചാണോ ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുന്നത്, ആ പരമോന്നതനായ ഭഗവാൻ ഹരിക്ക് ഞാൻ എൻ്റെ ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പോ ഭാഗവതം എന്ത് ചെയ്യുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ്, ഭഗവാന്റെ നാമജപത്തിന്റെയും ഇമ്പോർട്ടൻസും, നാമം ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം ഏതാണ്, എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ഈ 12ാമത്തെ കാൻഡോ അവസാനിക്കുന്നത് തന്നെ. നമുക്ക് അറിയാം, നമ്മുടെ കൃഷ്ണ പ്രേമാഞ്ജനയില് നമ്മുടെ ദേവീനന്ദൻ പ്രഭു ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്. 1ാമത്തെ കാൻഡോ 6ാമത്തെ അധ്യായം 25ാമത്തെ ശ്ലോകം. ഏതാവതുക്തോ പരരാമ തന്മഹ ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാൻ മഹീയസേ ശീശ്രാവനാമം വിതതേ അനുകമ്പിതഃ. അതിന്റെ വിവർത്തനത്തിൽ പറയുന്നുണ്ട്, ശബ്ദരൂപം പൂണ്ടവനും നേത്രങ്ങൾക്ക് അഗോചരനും എന്നാൽ സർവാതിശയനുമായ ആ പരമാധികാരി അഭിസംബോധന ചെയ്ത് വിവരണം നൽകുന്നത് അവസാനിപ്പിച്ചു. അനന്തരം ആനന്ദ നിർവൃതിയാൽ കൃതജ്ഞതയോടെ ഞാൻ ശിരസ് വണങ്ങി ഭഗവാനെ സാദരം പ്രണമിച്ചു. അപ്പോ ഭഗവാൻ നമ്മൾ ഈ ശ്ലോകത്തിനെ കണക്ട് ചെയ്താണ് ഇവിടെ വരുന്നത്. അതായത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ഭഗവാൻ എന്താണ്,
അഗോചരനാണ്, ഭഗവാന് കാണാൻ കഴിയില്ല. നമ്മുടെ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്ന്. എന്നാൽ നമുക്ക് എങ്ങനെ ഭഗവാനിലോട്ട് എത്താൻ പറ്റും? ശബ്ദരൂപം പൂണ്ട ഭഗവാൻ, അതായത് ഈ ശ്ലോകത്തിൽ പറയുന്നത് പോലെ ശബ്ദ ഫലത്തിലൂടെ, ശബ്ദ പ്രതിരൂപത്തിലൂടെ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ നമ്മൾ ശബ്ദരൂപത്തിലൂടെ ഭഗവാനെ എങ്ങനെ, ആ ശബ്ദം ഏതാണെന്ന് അടുത്തൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇതി ഷോഡദശകം നാമം കലി കൽമശ നാശനം നാഥ പരതരവായ സർവവേദേഷു ദൃശ്യതേ. 32 വർണ്ണങ്ങളിലുള്ള ഈ 16 നാമങ്ങൾ മാത്രമാണ് കലിയുടെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒറ്റ വഴി. അതേതാണ്? അവിദ്യ സാഗരം കടക്കാൻ തിരുനാമ ജപം അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലെന്ന് എല്ലാ വേദങ്ങളിലും കാണാവുന്നതാണ്. 16 നാമങ്ങൾ ഏതാണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഒരു മന്ത്രത്തിനല്ലാതെ ഈ കലിയുഗത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ട് എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെയും പ്രഭുപാദിന്റെയും ഗുരുവിന്റെയും അനുഗ്രഹത്തിൽ നന്നായിട്ട് നാമരൂപനായ ഭഗവാനെ കാണാൻ കഴിയട്ടെ എന്നും ഭഗവാനുമായിട്ട് അസോസിയേഷൻ എടുക്കട്ടെ എന്നും എനിക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഞാൻ നിർത്തുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു സന്മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്നായിരുന്നു മാതാജി ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. വളരെ വളരെ നന്നായിരുന്നു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഭഗവാന്റെ കൃപ, കൃഷ്ണ കൃപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പറയണം മാതാജി, ഒന്ന് വിട്ടുപോയി. നമുക്കിപ്പോ നമ്മളെ ഡിവോട്ടീസിന്റെ ഇടയിൽ വേണ്ട, 3 പ്രാവശ്യം രാമാന്ന് വിളിക്കുന്നതിന് പകരം 1 പ്രാവശ്യം കൃഷ്ണ. അത് മാതാജി വിട്ടുപോയി. അത് ഡിവോട്ടീസിന് വേണ്ട, മറ്റേ വേറെ നോൺ ഡിവോട്ടീസ് കേൾക്കുമ്പോ അത് കൂടെ വേണം. മറന്നിട്ട് പോയതാ. അതൊന്ന്. പിന്നെ മാതാജി, ഇത് ഈ ശ്ലോകത്തിലെ അപ്രകാരം ഭൗതിക രൂപമില്ലാത്ത പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിനെ അതീന്ദ്രിയ ശബ്ദ രൂപത്താൽ ആരാധിക്കുന്ന ഒരാളാകുന്നു യഥാർത്ഥ ദാർശനികൻ. അപ്പൊ ഈ ഭൗതിക രൂപമില്ലാത്ത എന്ന് പറയുമ്പോഴേ മാതാജി നമുക്ക് ആകെ ഒരു കൺഫ്യൂസ് ആകുന്നത്, അതായത് ബ്രഹ്മവാദികൾ പറയുന്ന ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ അത്രയും ഡീപ്പായിട്ട് ഇപ്പൊ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. അറിഞ്ഞൂടാത്ത ഒരാൾ ഈ ശ്ലോകത്തെ മുറുകെ പിടിക്കാൻ പറ്റൂലേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മാജി, നമുക്ക് ഒരിക്കലും ഭഗവാനെ ഭൗതികമായിട്ട് ചിന്തിക്കാനേ പറ്റില്ല. ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും അതീന്ദ്രിയമാണ്. അതായത് ഒരു മാജി പറഞ്ഞതുപോലെ ചിലപ്പോ ആദ്യം ഇത് വായിക്കുന്ന ഒരു വ്യക്തി ഇതേപോലെ ഒരു മിസ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ ഏത് ശ്ലോകമായാലും ഏത് കാര്യമായാലും എല്ലാത്തിനും 2 വശങ്ങളും ആൾക്കാർ കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഒന്നും തന്നെ ഭൗതികമല്ല. അതാണ് ഞാൻ തുടങ്ങിയപ്പോ തന്നെ ആ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തുടങ്ങിയത്. ഭഗവാന്റെ എല്ലാം അതീന്ദ്രിയമാണ്. ഒരിക്കലും നമ്മൾ ഭഗവാനെ ഭൗതികത ആയിട്ട് ഒരിക്കലും ബന്ധപ്പെടുത്തി കാണാനേ പാടില്ല. ഓക്കെ, മനസ്സിലായി. അതെനിക്ക് നമുക്ക് മനസ്സിലാകും. അതെ. പക്ഷേ അത് ഡീപ്പായിട്ട് അറിഞ്ഞൂടാത്ത ഒരാള് ഈ ഒരു ശ്ലോകത്തെ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ അതൊന്നും. പിന്നെ മാതാജി, നമ്മളെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ജപമാലയിലെ മാതാജി, ജപമാല നമുക്ക് വിഷ്ണുവിനെ സംബന്ധിക്കുക. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഇതേ നരസിംഹമൂർത്തിയുടെ ആ ഒരു ശ്ലോകം ചൊല്ലണം, അതൊരു 108 പ്രാവശ്യം ജപിക്കണമെങ്കിൽ അതൊരു ജപിച്ചൂടെ? പ്രഭുവിനോടൊന്ന് ചോദിക്കണം മാതാജി. അതായത് നമ്മളിപ്പോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനോട് ഒപ്പം വിഷ്ണുവിന്റെ ഏതെങ്കിലും ഒരു നാമം കൂടെ ജപിക്കാം. ഞാനിപ്പോ ചിലപ്പോ നരസിംഹ സ്തോത്രത്തിന്റെ തവകര കമല വരെ അത് ജപിക്കും. ചിലപ്പോ അത് ജപിച്ചുകൂടെ എന്നാണ്. എനിക്കറിയില്ല മാജി. കഥാവത പ്രഭു പറയാവോ? ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഡിവോട്ടീസ് ഉണ്ടെങ്കിൽ ഇതിനൊന്ന് ആൻസർ പറയാവോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞങ്ങള് ഒരു ഗ്രൂപ്പില് ഉഗ്രം വീരം നരസിംഹം ആ മന്ത്രം ഞങ്ങള് 108 തവണ ജപിക്കുമായിരുന്നു. ഈ ഇസ്കോൺ ഒരു ബാംഗ്ലൂർ ഇതുമായിട്ടൊരു കോർട്ടിലൊരു ഇതുണ്ടായിരുന്നില്ലേ, കോർട്ടിൽ നടക്കുകയായിരുന്നില്ലേ ഈ ബാംഗ്ലൂരിലെ വിങ്ങും ഇസ്കോൺ ആണെന്നും പറഞ്ഞോണ്ട്. അപ്പം ഒരു നോട്ടീസ് GBC ഇറക്കിയിരുന്നു, എല്ലാവരും ഉഗ്രം വീരം നരസിംഹം എന്നുള്ള ഇത് മന്ത്രം 108 തവണ എല്ലാ ദിവസവും ജപിക്കണം എന്ന്. അപ്പൊ അത് ജപിക്കാം മാതാജി. ഓക്കെ മാതാജി, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ അങ്ങനെ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പറഞ്ഞില്ലേ ഭൗതിക രൂപം ഇല്ല ഭഗവാൻ എന്ന്. ഇപ്പൊ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം പൊക്കിയതും ഗോപന്മാരുടെ കൂടെ
പശുക്കളെ മേയ്ക്കാൻ പോയതും ഒക്കെ ഭൗതിക ശരീരം സ്വീകരിച്ചുകൊണ്ടല്ലേ മാതാജി? മാജി, അത് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ കലിയുഗത്തിലെ നമ്മുടെ ഭൗതികമായിട്ട് അതൊക്കെ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളാണ് മാജി. നമ്മൾ അതെല്ലാം ഭഗവാന്റെ ട്രാൻസ്ജെൻഡൽ ലീലകളായിട്ടല്ലേ കാണുന്നത്. ഭഗവാൻ അവരുടെ ഇടയിലോട്ട് ഇറങ്ങി വന്നതാണ്. അത് ആ കാലഘട്ടത്തിലാണ് മാജി. ഓ ഓ അത് ശരി. ഹരികൃഷ്ണ ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതായത് ബ്രഹ്മവാദികളും ഭഗവാന്റെ ആ രൂപം പൂർണ്ണമായും അതീന്ദ്രിയമാണ്. അപ്പൊ ഭഗവാൻ മനുഷ്യ രൂപം എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആ രൂപം ഒരിക്കലും മനുഷ്യ രൂപമല്ല, ഭഗവാന്റെ സ്വന്തം രൂപം തന്നെയാണ്. ബൈബിളിലെ ഒരു ചൊല്ലുണ്ട്, ഭഗവാൻ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതാണ്. പക്ഷെ ഭഗവാന്റെ രൂപവും നമ്മളെ രൂപവും കാണാൻ ഒരുപോലെ ഇരിക്കുമെങ്കിലും ഭഗവാന്റെ രൂപം പരിപൂർണമായും ആധ്യാത്മികമാണ്, ഒരിക്കലും നീലല്ല. ഭഗവാന്റെ നിറം നീല നിറമാണ്. അപ്പൊ നീല നിറത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. ഗോവർദ്ധന പറയുന്നത് പോയി നീല നിറത്തിലാണ്. അപ്പൊ അത് ശരിക്കും മനുഷ്യ ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കുന്നില്ല. അതാ പ്രഭു. സമയത്തും അതീന്ദ്രിയനാണ്. ഓക്കെ. ശരി, ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ. വേറെ ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവായി പറയുക. ഹരേ കൃഷ്ണ. ഒരു പോയിന്റ് പറയുന്നുണ്ട് മാതി. അതായത് താങ്കളെ ക്ലാസിന്റെ ഇടയിൽ പറഞ്ഞു ക്ലിയർ ആവുന്നില്ല പ്രഭു. കേൾക്കുന്നില്ല പ്രഭു, കേൾക്കുന്നില്ല. ക്ലിയർ ഇല്ല. ഫോർ ഡിഫക്റ്റിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി മഹാവിഷ്ണു ഭക്തന്മാരെ ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഓർമ്മ വരികയാണെങ്കിൽ പറയാമോ? ഇല്ല പ്രഭു. ഫോർ ഡിഫക്റ്റിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി മഹാരാജ് പറഞ്ഞ ട്രിപ്പ് കൃഷ്ണ വില്ലിംഗ് എന്ന് നമ്മുടെ ഭഗവാൻ കൃഷ്ണ അനുഗ്രഹിച്ചാൽ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ആ ഫോർ ഡിഫക്റ്റിൽ നിന്നും പുറത്തു വരാൻ പറ്റുമെന്ന് മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ അത് മഹാരാജിന്റെ ഒരു ലെക്ചറിൽ കേട്ട കാര്യം കഥാന്ത പ്രഭു ഷെയർ ചെയ്തതാണ് ഞങ്ങളുടെ അടുത്ത്. അതായത് നമുക്ക് 4 തരം ന്യൂനതകൾ ഞാൻ പറഞ്ഞു. തെറ്റു പറ്റുന്നു, മായയാൽ അകപ്പെട്ടിരിക്കുന്നു, ചതിക്കാനുള്ള പ്രവണത, ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. അപ്പൊ ഇതിനെ മഹാരാജ് കൃഷ്ണ വില്ലിംഗ് എന്നുള്ള ഒരു വാക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരാളെടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് 9 മണിക്ക് നിങ്ങളെ വന്ന് കാണാം എന്നും ഞാൻ പറയുകയാണ്. ഒരാളടുത്ത് പറഞ്ഞാല് ഞാൻ പോകുന്ന ഒരു വണ്ടി എടുത്ത് അവരെടുത്ത് എത്തണം. അപ്പോ അവരെടുത്ത് അന്ന് ചിലപ്പോ വണ്ടി പഞ്ചർ ആവാം, അല്ലെങ്കിൽ ബസ് ലേറ്റ് ആവാം. ഞാൻ അവിടെ സമയത്ത് എത്തിയില്ല എങ്കിൽ ഞാൻ അയാളെ എന്ത് ചെയ്തു? അയാളോട് കാണിക്കുന്ന ചതിയാണ്. എനിക്ക് തെറ്റുപറ്റി, ഞാൻ മായയിൽ അകപ്പെട്ടു. ആ പഞ്ചർ ആയത് ചിലപ്പോൾ മായയിൽ അകപ്പെട്ടതായിരിക്കും. എന്റെ ഇന്ദ്രിയങ്ങൾ അപൂർണം ആയതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് അവിടെ 9 മണിക്ക് എത്താന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതെനിക്ക് പറ്റിയില്ല. അപ്പൊ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ 9 മണിക്ക് അവിടെ എത്തുമോ ഇല്ലെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇതിന് പക്ഷെ മഹാരാജ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇതിനു മുമ്പ് കൃഷ്ണ വില്ലിംഗ് എന്ന് ചേർക്കുക. അപ്പൊ ഞാൻ ഒരാളടുത്ത് നാളെ 9 മണിക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാണ്, കൃഷ്ണ വില്ലിംഗ് ഞാൻ എത്താം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, ഭഗവാൻ അനുവദിച്ചാൽ ഞാൻ എത്താം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പോവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇതില്ല എങ്കിൽ അതെന്താണ്? ഭഗവാന്റെ വില്ലിംഗ് അല്ല. അപ്പൊ ഞാനെന്നുള്ളതല്ല അവിടെ എന്നുള്ളത് മഹാരാജ് പറഞ്ഞു. പ്രഭു, എനിക്ക് ഇത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം പ്രഭു ഭഗവാന്റെ പ്ലാൻ അതല്ല, നമ്മുടെ പ്ലാൻ ഒന്ന്, ഭഗവാന്റെ പ്ലാൻ വേറൊന്ന്. അപ്പം ഭഗവാന്റെ പ്ലാൻ ആണ് അവിടെ നടന്നത്, എന്റെ പ്ലാൻ അവിടെ നടന്നില്ല. അപ്പൊ അത് കറക്റ്റായി മാറിയാണ്. അപ്പൊ കൃഷ്ണ വില്ലിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ഫോർ ഡിഫക്റ്റിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതായത് ഒരു പുൽക്കൊടി ചലിക്കുന്നത് പോലും ഭഗവാന്റെ ഇച്ഛാനുസരണം അല്ലേ?
ഹരി അതെ ബോൾ. അതെ മാതാജി. ഹരേ കൃഷ്ണ. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഭഗവാന്റെ ഇച്ഛയാൽ. ഭഗവാന്റെ ഇച്ഛ അവിടെ നമ്മള് എന്നുള്ള ഇത് വന്നാല് അത് നമ്മുടെ പ്ലാൻ ആവും. എന്നാൽ ഭഗവാൻ കൃഷ്ണ വില്ലിങ്, ഭഗവാന്റെ കൃപയാൽ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ പ്ലാൻ വേറെയാണ്, നമ്മുടെ പ്ലാൻ വേറെയാണ്. അപ്പൊ നമ്മുടെ പ്ലാൻ അല്ല അവിടെ നടക്കുന്നത്, അവിടെ ഭഗവാന്റെ പ്ലാനാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോ ഈ 4 ഡിഫക്ട്സിൽ നിന്ന് നമുക്ക് ഭഗവാന്റെ കൃപയാൽ കരകയറാൻ പറ്റുന്ന മഹാരാജ് ഒരു ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രഭു പറയാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. അപ്പോ സമയമായി, നിർത്താവോ പ്രഭു? ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ഹരേ ആയിരുന്നു. താങ്ക് യു നാമത്തിനെ കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ നാമത്തിനെ കുറിച്ച് കേട്ടുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും എത്ര നമ്മൾ കേട്ടാലും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഈ കലിയുഗത്തിലായതുകൊണ്ട് നമ്മൾ അത് മറന്നു പൊക്കോണ്ടേയിരിക്കും നാമത്തിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ എത്ര കേട്ടാലും മതിയാകത്തില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാതാജി. താങ്ക് യു വണ്ടർഫുൾ ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ മായാപൂര് രാധാനാഥ് സ്വാമി മഹാരാജിന്റെ കാർത്തിക യാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ കൃപയാൽ. അപ്പോ നമ്മൾ പോയപ്പോ എല്ലാ ക്ലാസ്സുകളിലും മഹാരാജ് നാമജപത്തിന്റെ ഇമ്പോർട്ടൻസ് മാത്രമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ പോയിട്ടുള്ള ആദ്യ ക്ലാസ്സുകളിൽ അവർ പറഞ്ഞു, ഒരിക്കലും നമ്മള് ധാമത്തെ കണ്ണുകൊണ്ട് കാണരുത്, ചെവി കൊണ്ട് കേൾക്കണം, ഭഗവാന്റെ ലീലകൾ കേട്ട് ചെയ്യണം. അതുപോലെ കൃഷ്ണാനന്ദ പ്രഭു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭുവിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് ക്ലാസ്സസ് യൂട്യൂബിൽ ഉണ്ട്, നോക്കാം. അതില് ആ പ്രഭു ക്ലാസ് എടുക്കുമ്പോ 1 hour ക്ലാസ്സിൽ നമുക്ക് 2 മാല ജപിക്കാൻ പറ്റും. കാരണം ഓരോ 5 മിനിറ്റ് ഇടവിട്ടും പ്രഭു പറയും നമ്മൾ നാമം ജപിക്കണം എന്ന് പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് പ്രഭു എല്ലാരെ കൊണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയിച്ചോണ്ടേയിരിക്കും. അപ്പൊ ഒരു 1 hour ക്ലാസ് ആണെങ്കിൽ 1 മാല മിനിമം നമുക്ക് ജപിക്കാൻ പറ്റും. അത്രയും പ്രാവശ്യം അദ്ദേഹം നാമത്തെ റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കുവായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഐശ്വര്യ, നല്ല ക്ലാസ് ആയിരുന്നു. നേരത്തെ 4 ഡിഫക്റ്റ് മനുഷ്യനുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മൾ ഭഗവാന്റെ കൃപയാൽ, നമ്മുടെ സംഭാഷണത്തിനിടയിൽ ഭഗവാന്റെ കൃപയാൽ എന്നുള്ള വാക്കും കൃഷ്ണ കൃപയാൽ, അതേപോലെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ എന്നുള്ള വാക്ക് നമ്മുടെ സംഭാഷണത്തിനിടയിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും 4 ഡിഫക്ട്സ് ഉണ്ടാവൂല എന്ന് പറഞ്ഞ ലെക്ചർ 16 ഡിസംബർ 2006 ഭഗവത്ഗീത ശ്ലോകം 7:1 ശ്രീ രാധ മാധവധാം രാജ്കോട്ടിൽ വെച്ചാണ് ഗുരുമാരായി എടുത്തത്. അതാണ് അതിന്റെ റെഫറൻസ്. താങ്ക് യു. അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഗ്രന്ഥരാജ് മെയിൽ. താങ്ക് യു ഐശ്വര്യ. വളരെ മനോഹരമായ നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസിന്റെ ഞാൻ മഹാരാജിന്റെ ലെക്ചർ പറഞ്ഞതിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ദയവേത് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അതിന്റെ 4 പാർട്ട് അടങ്ങുന്ന ഒരു ലെക്ചർ ആണത്, നരഹരി പ്രഭു എഴുതിയത്. അപ്പൊ അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിന്റെ PDF ഷെയർ ചെയ്ത് തരാം. ഹരേ കൃഷ്ണ. നിർത്തട്ടെ പ്രഭു? पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंतकोटि वैष्णव वृंद की जय. रामाचार्य हरिदास ठाकुर की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. गौर प्रमाण. हरि हरि बोल. थैंक यू. हरे कृष्णा. हरे कृष्ण. हरे कृष्ण.